എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റു ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് മേടിക്കണം തോന്നി, ഞാനിത് വാങ്ങി. അയ്യോ അയ്യോ, ഹലോ 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 ഹലോ, ഒന്ന് നിൽക്കണേ. ഹലോ, എവിടെ പോകുക? അതെ, ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഒരു ട്രാവൽ. എന്നെ ഒന്ന് കൂടെ കൊണ്ടുപോകാമോ? എവിടെ പോവാ? ഞാനും വരട്ടെ, ഞാനും വന്നോട്ടെ, കയറിക്കോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മളിതാ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. എന്താ കഴിക്കാന്ന് നോക്കാണ്. ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട്. ഇവിടുത്തെ സ്നാക്സ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നും. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ഓയിലും പിന്നെ ഒരു നമുക്കൊരു കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. ഇവിടെ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഞങ്ങള് ഒരു ചിക്കൻ കട്ട്ലറ്റ്, ഒരു ബീഫ് കട്ട്ലറ്റ്, ഒരു ഉഴുന്നുവട, പിന്നെ ഒരു ഇലയട അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഉഴുന്നുവടയും ചട്നിയും നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ നല്ല തേങ്ങാച്ചമ്മന്തി അരക്കില്ലേ, അതുപോലത്തെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഈ കോഫി ബൈറ്റ് മിഠായി? എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റു ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് മേടിക്കണം തോന്നി, ഞാനിത് വാങ്ങി. അവിടെ കുറേ മിഠായികളുണ്ടായിരുന്നു കേട്ടോ, കാണിച്ചിരവേ. ഇങ്ങനെ പല വിധത്തിലുള്ള മിഠായികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ കോഫി ബൈറ്റാണ് തൽക്കാലം വാങ്ങിയത്. നമ്മൾ പണ്ടെപ്പോഴോ കഴിച്ച് ഒരിക്കലും ഇഷ്ടപ്പെട്ട് പിന്നെ മറന്നുപോയ കാര്യങ്ങൾ പിന്നെയും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നല്ലൊരു മെമ്മറി അല്ലേ അത്. അപ്പം നമുക്കത് മേടിക്കാൻ തോന്നും. കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ വേറൊരു മിഠായി കണ്ടിട്ട് അന്ന് വാങ്ങിയിരുന്നിട്ടാണ്. എക്ലെയറിൻ്റെ എന്തോ ഒരു ആയിരുന്നു തോന്നുന്നു. എക്ലെയർ ആയിരുന്നോ നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിയത്? നല്ല രസമുണ്ടല്ലേ ഈ വഴി കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അൽവത്ത് ബാഗ് ഹിൽസ്. അവിടെ ക്യാമൽ റേസ് ട്രാക്ക് ഒക്കെ ഉണ്ടെന്ന്. എവിടെയാണാവോ? അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ടോ? അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഒരുപാട് ദൂരം ഉണ്ടോ? ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇവിടേക്ക് എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്നത്. ഈ മരുഭൂമിയിൽ നിങ്ങളുള്ളൊരു ട്രാൻസിഷൻ എന്ത് ഭംഗിയാണ് അല്ലേ? രണ്ട് സൈഡിലും നിറയെ മരങ്ങൾ ഇതിനെ വിളിക്കാൻ പറ്റുമോ? എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിതിന് അപ്പുറത്ത് മരുഭൂമി എന്നുള്ള കാര്യമേ നമ്മൾ മറന്നു. ഇത് കാണുമ്പോൾ അല്ലേ രസമുണ്ട്. ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ ഇങ്ങനെ ഇവർ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട്. കുറേ ദൂരം ഉണ്ട്. ഈ റൂട്ടിൽ ഇപ്പം എവിടെ എത്തുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ മാപ്പ് പറയുന്ന രീതിക്കാണ് പോകുന്നത്. കറക്റ്റായിട്ട് നമ്മൾ എത്തുമോ അതെയോ നമ്മളെ കുഴി കൊണ്ട് ചടിക്കുമോ നമുക്ക് അറിയില്ല. എനിക്ക് റോഡ് കണ്ടിട്ട് ഇതിലെ സൈക്കിളൊക്കെ ഓടിക്കാനുള്ള ഫീൽ വരുന്നു. നല്ല വിശാലമായി നീം തീർന്ന് കിടക്കുന്നു. ആ ഹില്ല് ശരിക്കും അത് മാൻമെയ്ഡ് ആണ് കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ ഹില്ലാണ്. മുകളിൽ കയറാൻ പറ്റുമോ അതൊന്നും ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അൽവത്ബ ഹില്ലും അതുപോലെ തന്നെ അൽവത്ബ ലേക്കും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ആഴ്ചയും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യുവാണ്. ആ ഹില്ലിന്റെ മുകളിലേക്ക് നമ്മളെ കയറ്റി വിടുന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടാണ് അൽവത്ബ ഹില്ലും അതുപോലെ അൽവത്ബ ലേക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന സമയം കളയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ സമയങ്ങളൊക്കെ ഓരോരോ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോയിക്കണല്ലോ. നമ്മൾ കണ്ട കാഴ്ചകളും കഴിച്ച ടേസ്റ്റ് ചെയ്ത രുചികളൊക്കെ പിന്നെ നമുക്ക് ഓർക്കാനുണ്ടാവുള്ളൂ എന്ന് പറയില്ലേ. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ചെല്ലുമ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. നോക്കൂ, ഇവിടെ കുറെ പേര് നിൽക്കുന്നത്. പെട്ടെന്ന് അകലേന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനലായിട്ട് നിൽക്കുന്നതെന്ന്. അതാ വോളിലുള്ളൊരു ഡിസൈൻ അല്ല, മീൻസ് ഫ്ലെക്സ് പോലെ പോസ്റ്റർ പോലെ ഒരു വെച്ചിട്ടുള്ള. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ പോലെ ഉണ്ട് അല്ലേ.
അവിടെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കണ്ടില്ല, ചോദിക്കാനും ആരെയും കണ്ടില്ല. സോ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതാ നമ്മള് ഇവിടെ മലയുടെ മുകളിലേക്ക് കയറാനുള്ള റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, ഒരു കുത്തനെയുള്ള കയറ്റം പോലെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇത് എത്ര ഇടം വരെ ഈ റോഡുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എന്താണ് എങ്ങനെയാണോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ എന്താവും അങ്ങനെയൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നമ്മൾ പോയി നോക്കാന്ന് വിചാരിച്ച് പോവാണ്. പിന്നെ ഇതിന്റെ തൊട്ട് താഴേക്ക് ഇങ്ങനെ കുറെ താഴ്ചയുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞ. കണ്ടോ, അത്ര ഭയങ്കര വിട്ടൊന്നും ഇല്ല, ഒരു നാരോ റോഡ് തന്നെയാ ഇത്. അങ്ങനെ നമ്മളിതാ അതിന്റെ മുകളിൽ എത്താണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞും ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. നമ്മൾ ഇതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ വീഡിയോ കൂടെ കാണുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവില്ല. ഇവിടെയുള്ള റോഡ് ഭയങ്കര നാരോ ആയിരുന്നല്ലോ. എന്തായാലും നമ്മളിതാ മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വരുമ്പോൾ ഒരു വണ്ടിയുള്ളൂ ഇവിടെ. അതിലാരാന്ന് മനസ്സിലാവുന്നില്ല. അത് നമ്മൾ അകലേന്ന് കാണുമ്പോഴേ ആ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങി എന്തൊരു കാറ്റാന്ന് നോക്കി. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും കിട്ടണുണ്ടായില്ല, വോയിസ് ഒട്ടും ക്ലിയർ ആവണ്ടായില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു. നമ്മൾ വന്നതിന്റെ തൊട്ട് പുറകെ ഇതാ 2-3 വണ്ടികളും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര മുകളിലാണെന്ന് നോക്കി. ഇതാ ദൂരെ കാണുന്ന കുറെ മരങ്ങൾ പോലെ കണ്ടില്ലേ, അതിന്റെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ, അതിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ വന്നത്. കാറ്റൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കാറ്റാണ്. നമ്മളിങ്ങോട്ട് വരണോ വേണ്ടെന്ന് കുറേ ഡൗട്ട് അടിച്ചു. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് വന്നു, നല്ല രസമുണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഒരുപാട് ദൂരത്തുനിന്ന് വന്നത്. ഹൈറ്റ് ഉണ്ട് ഇവിടെ, ഒരുപാട് മുകളിലാണ്. നമുക്ക് കാഴ്ച തരാം. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് വരുന്നുണ്ടേ. നമ്മൾ വരാൻ പാടുണ്ടോ ഇല്ല ഒരു ഐഡിയ ഇല്ല. ഇതിന്റെ കാറ്റാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എത്ര കാറ്റ്, നല്ല കാറ്റ്. ഫ്ലാഗ് നമ്മൾ ദൂരെ കണ്ടില്ലേ, ഫ്ലാഗ്. അടിപൊളി സ്ഥലം. കാറ്റ് കാരണം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ പോലെ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ തണുപ്പായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ തന്നെ രസമുണ്ട്. പക്ഷേ ചൂടല്ലേ, തണുപ്പ് തട്ടി. എന്തായാലും വന്നത് വെറുതെ ആയില്ല. താഴെ നിന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാണോ. പക്ഷെ അങ്ങനെ കയറുന്നതില്ലെങ്കിൽ ഈ ഒരു അടിപൊളി എക്സ്പീരിയൻസ് മിസ്സായാണ് അല്ലേ. ഇതൊക്കെ ഉണ്ടോ, ഒരുപാട് വണ്ടികൾ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോ ആരും ഉണ്ടായില്ല. ഇതാ ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ലേക്കും കൂടി പോയി നോക്കാം. അല്ലേ, പോവാ നമുക്കെന്നാ. ഇനിയിപ്പോ ആൾക്കാർ കൂടി വരികയാണ്. എനിക്ക് കുറേ വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ എന്താവോ ഒരു ഐഡിയ ഇല്ല. വേറെ വണ്ടികൾ കുറേ ആൾക്കാരായി നോക്കി. നമ്മൾ കുറച്ച് ആൾക്കാരായി. ഇഷ്ടമായോ? നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ താഴെ എത്തി. പക്ഷെ എനിക്കിത് ഫോണിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ താഴേക്കാണെന്ന് ഒരു വിധം നിരപ്പായിട്ട് കിടക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. നമ്മൾ പോകുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ലോപ്പ് ശരിക്കും മനസ്സിലാണ്.
അവിടേക്കൊക്കെ എന്തോ ഉണ്ട് കേട്ടോ. ഒരു വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ലേക്കിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ആ റൂട്ട് പ്രൈവറ്റ് റോഡാണ്. സോ നമുക്ക് അവിടെ അതിൽ എൻട്രൻസ് ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ ലേക്കിൽ പോകണ്ടെന്ന് വിചാരിച്ചു. ഇത് നോക്കിയാൽ നമ്മൾ ആ മോളിൽ നിന്ന് നോക്കിയപ്പോൾ കുറേ മരങ്ങൾ കൂടിക്കണ പോലെ കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലാണ് ഈ റോഡ് ശരിക്കും. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല അല്ലേ? നമ്മൾ അതിലേ പോയതും തിരിച്ചു പോകുന്നതും സെയിം റൂട്ടാണ്. പക്ഷെ ആ ഹില്ലിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ മരങ്ങൾ കൂടി നിൽക്കണ പോലെ തോന്നുള്ളൂ. അതിൻ്റെ അകത്തുള്ള ഈ റോഡൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. ഇത് നന്നായിട്ട് ഇവർ ഇവിടെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ടത് അല്ലേ? ഒരു സമാധാനം ഉണ്ട് ഇങ്ങനത്തെ വഴികൾ പോകുമ്പോൾ. ഇവിടെയും സ്പീഡ് ക്യാമറയും സ്പീഡ് ലിമിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ലേക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ സാരല്ല, ഇനി ഒരിക്കലാവാം. നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് എന്തായാലും ഒന്നും കൂടി വരാം. 1 മാസം കഴിയുമ്പോഴേക്കും തണുപ്പാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. കഴിക്കാൻ പോകണോ കഴിക്കാൻ കേട്ടോ. നമുക്കിതാ പാവേനെടുക്കാൻ ആഗ്രഹം തോന്നിയത്. ഞങ്ങൾ ഇവിടെയുള്ള ഒരുവിധം എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് പുതിയത് വെച്ചാണെന്ന് തോന്നുന്നു. സോ നമ്മൾ നോക്കിയപ്പോഴത്തേനും കണ്ടോ ജസ്റ്റ് മിസ്സായി പോയി. പകുതി അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നുള്ള രീതിയിലായി. അപ്പൊ നമുക്കത് ഇട്ടിട്ട് പോയ ഒരു വിഷമം. എന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണല്ലോ എന്ന് വിചാരിച്ചു. നോക്കി കിട്ടുന്നില്ല. അതില് ആ ഒരു പിടുത്തം വീഴുന്നില്ല. അതങ്ങനെ കണക്റ്റ് ആയിരുന്നാൽ മാത്രമേ, കൂടിയിരുന്നാൽ മാത്രമേ നമുക്ക് അതിനെ കിട്ടത്തുള്ളൂ. എന്തായാലും 2 തവണ നോക്കിയപ്പോഴത്തേനും നമ്മുടെ കോയിനും കഴിഞ്ഞു. അപ്പോ എന്നാ മതിയാക്കാം, പോയേക്കാം, പോയി ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിങ്ങനെ നമ്മൾ പോവാൻ തുടങ്ങാണ്. കാരണം 2 കോയിൻ ഉണ്ടായിരുന്നുള്ളൂ. 1 ദിർഹത്തിന്റെ ഒരു കോയിൻ ഇട്ടാലാണ് നമുക്ക് ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുക. നല്ല രസമുണ്ടല്ലോ അവനെ കാണാൻ. പക്ഷെ എന്ത് പറയാ, അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. അപ്പൊ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചപ്പം അക്ഷയ്ക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ നോക്കാൻ ആഗ്രഹം. നമ്മുടെ കയ്യിൽ കോയിൻ ഉണ്ടായില്ല. അപ്പം ദാ അപ്പുറത്ത് ഷോപ്പിൽ നിന്ന് കോയിൻ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പോവാണ്. ഇതാ നമ്മൾ കോയിൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം. എനിക്ക് തോന്നുന്നു അതിന്റെ തലഭാഗം പൊക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടാലേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇവിടെ എത്ര പൊക്കിയാലും അയ്യോ ഇട്ട് കിട്ടി 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 കിട്ടി. യെസ് കിട്ടി ഗൈസ്. ടിങ് 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 ടിങ്. ഇവിടെ നമുക്ക് കിട്ടി. ഇനി നോക്കണ്ടോ? ഇനി ആ ഗഡ്വൽ സൂണായിട്ടേക്കണ അവനെ ചിലപ്പോ കിട്ടും. ഇതിനെ കൊണ്ട് പോവാം. നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ. അവിടെ നമ്മളിത് കണ്ടത്. ഇതിനെ നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് ഫസ്റ്റ് കോയിനിൽ തന്നെ കിട്ടേണ്ടതായിരുന്നു. സാരില്ല, നമുക്ക് 3ാമത്തെ കോയിനിൽ കിട്ടി. 3 ദിർഹം. 3 ദിർഹം എന്ന് പറയാൻ നാട്ടിലത്തെ ഒരു 70 രൂപയോളം. നാട്ടിലത്തെ 70 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ പാവക്കുട്ടിനെ കിട്ടി. യെസ് യെസ്, നല്ല ഭംഗിയുണ്ടല്ലേ? എൻ്റെ കൊമ്പൊക്കെ എനിക്ക് ഇഷ്ടമായി. നമുക്കിങ്ങനെ വണ്ടി വെച്ചിട്ട് വേഗം പോയി ഫുഡ് കഴിക്കാം. അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ പുറത്തായിട്ടോ ഇരിക്കുന്നത്. ചൂടുണ്ട്, പിന്നെ അകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ കുറെ നാളായി ഇവിടുത്തെ അഫ്ഗാനി അൽഫാം ചാർക്കോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സാധാരണ എല്ലായിടത്തും സൂപ്പാണ് കേട്ടോ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടാറ്. ഇന്ന് നമുക്ക് എന്തോ ഒരു പിസ്ത ഫ്ലേവറുള്ള ഒരു ഡ്രിങ്കാണ് കിട്ടിയത്. പ്രത്യേകിച്ച് രസമൊന്നും ഉണ്ടായില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുടിക്കാം അത്ര തന്നെ. എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഫലൂദ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്ര ചൂടല്ലേ, നമുക്കൊരു തണുത്ത് എന്തെങ്കിലും ചെല്ലുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് അത് ആദ്യം തന്നെ കൊണ്ട് തന്നോളൂ എന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ അത്ര ഒന്നായില്ല. നമ്മളിതാ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സംഭവ ബഹുലമായ യാത്ര ഇവിടെ കഴിയാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി വരുന്നത് വരെ ഓക്കെ ബൈ ബൈ.